ഹലോ, ഗുഡ് മോർണിംഗ് എവറി വൺ. ബിസിനസ് സ്റ്റഡീസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങിയിരുന്നു. ഓർഗനൈസിങ് എന്നായിരുന്നു അല്ലേ ചാപ്റ്ററിൻ്റെ പേര്. ആ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? എന്താണ് ഓർഗനൈസിങ് എന്ന് പറഞ്ഞു വെച്ചു, എന്താണ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു, ദെൻ ഓർഗനൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ. ഓർഗനൈസിങ് എന്താണെന്ന് നമുക്കറിയാം. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് അതോറിറ്റി റിലേഷൻഷിപ്സ് എമംഗ് പേഴ്സൺസ്. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കിടയിൽ അതോറിറ്റി റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സ്, അതായത് അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തമ്മിലൊരു ബന്ധമുണ്ടാക്കുന്ന പ്രോസസ്സാണ് എന്ത് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അങ്ങനെ ഓർഗനൈസിങ് നടത്തുമ്പോൾ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഇടയിൽ ഒരു ബന്ധം, ഒരാൾ ഏറ്റവും മുകളിലുള്ള ആൾ, അതിനേക്കാൾ അധികാരം കുറഞ്ഞ ആൾ താഴെ, അങ്ങനെ വരുമ്പോൾ അവർ തമ്മിലൊരു ബന്ധം വരുന്നു. അങ്ങനെ ആ ബന്ധമുണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ എന്തുണ്ടായിത്തീരുന്നു? ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാവുന്നു, ഒരു സ്ട്രക്ചർ, ഒരു രൂപം ഉണ്ടാവുന്നു. നമ്മൾ ആ സ്കൂളിൻ്റെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ. ഒരു സ്ട്രക്ചർ അവിടെ വന്നു. ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓർഗനൈസേഷൻ ആയി. ഓർഗനൈസിങ് നടത്തുമ്പോഴാണ് ഓർഗനൈസേഷൻ ഉണ്ടാവുന്നത്. ഇനി നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. നമ്മൾ പറഞ്ഞു അവിടെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാകും, ഒരു സ്ട്രക്ചർ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് ആ സ്ട്രക്ചർ വരുന്നതെന്നാണ് നമ്മൾ അടുത്ത ടോപ്പിക്കായിട്ട് പറയുന്നത്. അതാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. പ്രധാനമായും രണ്ട് തരത്തിലാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ വരുന്നത്. അതായത് ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഫങ്ഷണൽ സ്ട്രക്ചറാണ്. അതാണ് ഞാനിവിടെ ബോർഡിൽ കാണിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ടൈപ്പാണ് ഡിവിഷണൽ സ്ട്രക്ചർ. ഏതൊക്കെയാണ്? ഫങ്ഷണൽ സ്ട്രക്ചർ ആൻഡ് ഡിവിഷണൽ സ്ട്രക്ചർ. നമുക്ക് ഒന്നാമത്തെ സ്ട്രക്ചറിലേക്ക് വരാം. ഫങ്ഷണൽ സ്ട്രക്ചർ. ഇതാണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എളുപ്പമാണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കാൻ. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന ഒരേപോലെയുള്ള പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ഒരേപോലെയുള്ള ജോലികളെയെല്ലാം ഒരു ഗ്രൂപ്പാക്കുന്നു. ആ ഒരു ഗ്രൂപ്പിനെ ഒരു മേജർ ഫങ്ഷനാക്കി നമ്മൾ കാണുന്നു. ഒരേപോലെയുള്ള പ്രവർത്തനങ്ങളെയെല്ലാം ഒരു ഗ്രൂപ്പാക്കുന്നു അല്ലെങ്കിൽ ഒരു ഫങ്ഷനാക്കുന്നു. ഓക്കെ, ഇപ്പോൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നു, റോ മെറ്റീരിയൽസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, റോ മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്നു, അതായത് വേണ്ട റോ മെറ്റീരിയൽസ് എടുത്ത് ഉപയോഗിക്കുന്നു. ഇതൊക്കെ ഒരേപോലെയുള്ള പ്രവർത്തനങ്ങളാണ് റോ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട. ഇത് ഒരു ഗ്രൂപ്പാക്കുന്നു അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ ആക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഫങ്ഷൻ എന്ന പേരിൽ അത് അറിയപ്പെടുന്നു. ഇപ്പോൾ റോ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു ഫങ്ഷൻ ആക്കുന്നു. അതാണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ. ഓക്കെ, അതിനെ നമ്മളൊരു ഡിപ്പാർട്ട്മെന്റ് ആക്കിയിട്ട് ആ ഡിപ്പാർട്ട്മെന്റിന് ഒരു ഹെഡിനെ കൊടുക്കുന്നു, ഒരു മാനേജറെ കൊടുക്കുന്നു. അതാണ് പ്രൊഡക്ഷൻ മാനേജർ. അതാണ് ഇവിടെ കാണുന്ന ഡയഗ്രത്തിൽ കണ്ടോ, പ്രൊഡക്ഷൻ മാനേജർ. ഇത് മാനേജിംഗ് ഡയറക്ടറാണ്. ആ മാനേജിംഗ് ഡയറക്ടർക്ക് കീഴിൽ ഒരേപോലെ വരുന്ന പ്രവർത്തനങ്ങളെല്ലാം ഓരോ ഫങ്ഷനുകളാക്കുന്നു. ഉദാഹരണം, പ്രൊഡക്ഷൻ ഫങ്ഷൻ, ഫൈനാൻസ് ഫങ്ഷൻ, മാർക്കറ്റിംഗ് ഫങ്ഷൻ, പേഴ്സണൽ ഫങ്ഷൻ. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ജോലിക്കാരെ അപ്പോയിന്റ് ചെയ്യുന്നതുമായി ജോലിക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യാനുള്ള ഫങ്ഷൻ, പേഴ്സണൽ ഫങ്ഷൻ. ഇതൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളാക്കിയ ശേഷം ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ഹെഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അസൈൻ ചെയ്ത് കൊടുക്കുന്നു. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് പ്രൊഡക്ഷൻ മാനേജർ. ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് ഫൈനാൻസ് മാനേജർ. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് മാർക്കറ്റിംഗ് മാനേജർ. പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് പേഴ്സണൽ മാനേജർ. ഇതാണ് ഫങ്ഷണൽ സ്ട്രക്ചർ പറയുന്നത്. സിമ്പിൾ അല്ലേ? ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന ഒരേപോലെയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഒരു ഗ്രൂപ്പാക്കുന്നു അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ ആക്കുന്നു. ഉദാഹരണം, പ്രൊഡക്ഷൻ ഫങ്ഷൻ, ഫൈനാൻസ് ഫങ്ഷൻ, മാർക്കറ്റിംഗ് ഫങ്ഷൻ, പേഴ്സണൽ ഫങ്ഷൻ, അങ്ങനെ ഓരോ ഫങ്ഷനുകളാക്കുന്നു. ഇതിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? ഓരോ ഡിപ്പാർട്ട്മെന്റുകളായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ഹെഡുകളെ നിശ്ചയിക്കുന്നു. അതാണ് നമ്മൾ ഈ ഡയഗ്രത്തിൽ കാണുന്നത്. ഇതിനെയാണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്,
ഫങ്ഷണൽ സ്ട്രക്ചറിന് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്ക് ആദ്യം അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് പറയുന്നത് സ്പെഷ്യലൈസേഷൻ ആണ്. സ്പെഷ്യലൈസേഷൻ എന്താണ്? സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓരോ ജോലിയും ചെയ്യാൻ കഴിവുള്ള, ആ ജോലിയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള, അതിൽ നല്ല രീതിയിൽ കഴിവുള്ള ആളുകളെ ഓരോ ജോലിയും ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് പഠിച്ചതാണ് അല്ലേ? FW ടൈലർ കൊണ്ടുവന്ന സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്സിൽ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് സ്പെഷ്യലൈസേഷൻ. സ്പെഷ്യലൈസേഷനെ ബേസ് ചെയ്തിട്ടാണ് FW ടൈലർ എന്ത് കൊണ്ടുവന്നത്? ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ സ്പെഷ്യലൈസേഷൻ എന്തിലൂടെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നു? ഈ പറയുന്ന ഫങ്ഷണൽ സ്ട്രക്ചറിലൂടെ കൊണ്ടുവരാം. എങ്ങനെയാണ് കൊണ്ടുവരാൻ സാധിക്കുക? നമുക്കറിയാം, ഒരു സ്ഥാപനത്തിലുള്ള ഒരേപോലെയുള്ള പ്രവർത്തനങ്ങളെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആക്കുന്നു. അപ്പോൾ ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്നു. ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളെല്ലാം ആ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്ന കാര്യത്തിൽ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. അല്ലാതെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും കൂടി ചെയ്യുക എന്നുള്ളതല്ല. ഒരേപോലെയുള്ളതെല്ലാം ഒരുമിച്ച് ചേർത്ത് അതിനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആക്കുന്നു. ആ ജോലി ചെയ്യാൻ കഴിവുള്ള ആളുകളെ അതിൽ അപ്പോയിന്റ് ചെയ്യുന്നു. ഇതാണ് സ്പെഷ്യലൈസേഷൻ. ഫങ്ഷണൽ സ്ട്രക്ചറിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് എന്ത്? ആ സ്ഥാപനത്തിൽ സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. ദെൻ ബെറ്റർ കോർഡിനേഷൻ. കാര്യങ്ങൾ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ എളുപ്പമാണ്. കാരണം ഓരോ ഡിപ്പാർട്ട്മെന്റിലും അതുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമേ ഉണ്ടാവൂ. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനകത്തുള്ളവര് എവിടെ ഉണ്ടാവില്ല? ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവില്ല. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും അതുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമേ അതിലുള്ളൂ. അതുകൊണ്ട് അവരെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് ഇറ്റ് വിൽ വെരി ഈസി, വളരെ എളുപ്പമായിരിക്കും. ഇത് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആണ്. ദെൻ ഇൻക്രീസ്ഡ് പ്രോഫിറ്റ്. നമുക്കറിയാം, സ്പെഷ്യലൈസേഷൻ വരുന്നതോടുകൂടി തന്നെ ആ ബിസിനസ് സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങളെല്ലാം നല്ല എഫിഷ്യൻ്റായി മാറുന്നു. നല്ല എഫിഷ്യൻ്റായി മാറിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൊഡക്ഷൻ കൂടുന്നു, സെയിൽസ് കൂടുന്നു. അങ്ങനെ വലിയ ലാഭമുണ്ടാക്കുവാൻ ആ ബിസിനസ് സ്ഥാപനത്തെ സഹായിക്കുന്നു. ഇപ്പോൾ ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഇൻക്രീസ്ഡ് പ്രോഫിറ്റ്. ദെൻ ഫോർത്ത് വൺ, അവോയ്ഡ്സ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്. നമുക്കറിയാം, ഓരോ ഡിപ്പാർട്ട്മെന്റിനകത്തും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ വരുന്നുള്ളൂ. ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഡീൽ ചെയ്യുന്നത് ഫൈനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് അവിടെ നടക്കുന്നു. ഇതേ കാര്യം തന്നെ വേറെ ഡിപ്പാർട്ട്മെന്റിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. വർക്കുകൾ ഡ്യൂപ്ലിക്കേഷൻ വരുന്നില്ല. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യുമ്പോൾ അവർക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. അവിടെ ചെയ്യുന്ന ജോലി പിന്നെ വേറൊരു ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്യുന്നില്ല? റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. അപ്പോൾ നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നു. ദെൻ അഞ്ചാമത്തേത്, ട്രെയിനിങ് ബിക്കംസ് ഈസിയർ. ട്രെയിനിങ്, എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവരുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമാണ് അതിലുണ്ടാവുക. പ്രൊഡക്ഷനിലുള്ള ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് അത് മാത്രം ഡീൽ ചെയ്താൽ മതി. ഇപ്പോൾ എംപ്ലോയീസിൻ്റെ ട്രെയിനിങ് നൽകുക എന്നുള്ളത് ഈ ഫങ്ഷണൽ സ്ട്രക്ചറിൽ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഈ 5 പോയിന്റുകളാണ്, 5 അഡ്വാൻറ്റേജസ് ആണ് ഫങ്ഷണൽ സ്ട്രക്ചറിന് ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്, പോരായ്മകൾ. പോരായ്മകൾ ഇതൊക്കെയാണ്. ഒന്ന്, ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ് ഓവർലുക്ഡ്. ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ് മേ ബി ഓവർലുക്ഡ്. അതായത് നമുക്കറിയാം, ആ സ്ഥാപനത്തിലെ ഒരേപോലെയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഒരു ഗ്രൂപ്പാക്കി അതൊരു ഡിപ്പാർട്ട്മെന്റ് ആക്കുന്നു. അങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റുകളാക്കുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഹെഡ്സ്, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിന് ഒരു ഹെഡ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് ഒരു ഹെഡ് ഉണ്ടാവും. അയാൾ ശ്രദ്ധിക്കുന്നത് അയാളുടെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളും അവരവരുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡിന്റെ കാര്യങ്ങൾ മാത്രം നോക്കുമ്പോൾ ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, അതായത് സ്ഥാപനത്തിന്റെ മൊത്തത്തിലുള്ള ലക്ഷ്യങ്ങൾ എന്തു ചെയ്യപ്പെടാം? ദേ മേ ഫെയിൽ ടു നോട്ടീസ്, അവർ ശ്രദ്ധിക്കപ്പെടാതെ പോവാം. അതാണ് ഓവർലുക്ക്ഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റും അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കുമ്പോൾ സ്ഥാപനത്തിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ, ലക്ഷ്യത്തിലേക്ക് എന്ത് ചെയ്യാം, ലക്ഷ്യം അവരെന്ത് ചെയ്യാൻ ചിലപ്പോൾ മറന്നു പോകാനുള്ള അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതാണ് ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ്. രണ്ടാമത്തേത് പ്രോബ്ലംസ് ഇൻ കോർഡിനേഷൻ. കോർഡിനേഷനിലുള്ള പ്രോബ്ലംസ്, അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റുകളാക്കുമ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിനകത്ത് തന്നെയുള്ള ആളുകൾ തമ്മിൽ നല്ല കോർഡിനേഷൻ ഉണ്ടാവും, നോ പ്രോബ്ലം. ബട്ട് ആ സ്ഥാപനം മൊത്തത്തിൽ എടുക്കുമ്പോൾ 5 ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടെങ്കിൽ ആ 5 ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള കോർഡിനേഷൻ എന്തായിരിക്കും? ബുദ്ധിമുട്ടായിട്ട് മാറും.
ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അകത്തുള്ള കോർഡിനേഷൻ ഗുഡ് ആയിരിക്കും, ബട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കോർഡിനേഷൻ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള കോർഡിനേഷൻ ബുദ്ധിമുട്ടാവും. ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റും പേഴ്സണൽ ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള കോർഡിനേഷൻ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് പ്രോബ്ലംസ് ഇൻ കോർഡിനേഷൻ. മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് പറയുന്നത് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കോൺഫ്ലിക്ട്സ്. ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ എന്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട്? കോൺഫ്ലിക്റ്റുകൾ, തർക്കങ്ങൾ ഉണ്ടാവാനും ആശയപരമായ എതിർപ്പുകൾ ഉണ്ടാവാനും ഒക്കെ സാധ്യതയുണ്ട് ഈ ഫങ്ഷണൽ സ്ട്രക്ചർ. ദ ലാസ്റ്റ് വൺ, ഹെഡ്സ് ഡു നോട്ട് ഗെറ്റ് ട്രെയിനിങ് ഫോർ ടോപ്പ് മാനേജ്മെന്റ് പൊസിഷൻസ്. ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡും അവരവരുടെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർ എക്സ്പേർട്സ് ആയിരിക്കും, അവർക്കതിൽ ട്രെയിനിങ് കിട്ടുന്നുണ്ട്. പക്ഷേ ടോപ്പ് മാനേജ്മെന്റ് പൊസിഷനിലേക്ക് എത്താനുള്ള ട്രെയിനിങ് അവർക്ക് കിട്ടുന്നില്ല. കാരണം അവരവരുടെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നു. ടോപ്പ് മാനേജ്മെന്റ് പൊസിഷനിൽ എത്തണമെങ്കിൽ ഓവറോൾ കാര്യങ്ങളെ പറ്റിയുള്ള ധാരണയും എല്ലാ കാര്യത്തിലുമുള്ള ട്രെയിനിങ്ങും ഉണ്ടാവണം. പക്ഷെ ഫങ്ഷണൽ സ്ട്രക്ചറിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമേ ട്രെയിനിങ് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇത് അതിൻ്റെ ഒരു പോരായ്മയാണ്. അപ്പോൾ നമ്മൾ ഫങ്ഷണൽ സ്ട്രക്ചർ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു, ദെൻ ലാസ്റ്റ് വൺ ഡിസഡ്വാൻറ്റേജസ്. ഇത്രയുമാണ് ഫങ്ഷണൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഓക്കെ.